ഇന്നത്തെ വീഡിയോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇത് ജസ്റ്റ് ഒരു മാസം കൊണ്ട് വന്നൊരു മാറ്റമാണ് കേട്ടോ. ഒറ്റൊരു മാസം കൊണ്ട് എല്ലാ കഷണ്ടിയും ഒരിക്കലും ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത്. ഇവ ജസ്റ്റ് തിന്നിങ് ആണ്, കുറച്ച് മുടി അവിടെ ഇവിടെ ആയിട്ട് പോകുന്നുണ്ട്. ഇങ്ങനത്തെ കേസിൽ ചാടിക്കയറി ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത്. ഇത് ചെയ്ത് കൊടുക്കുന്ന ക്ലിനിക്കുകളുണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് ടെൻഷനാവും. പ്രത്യേകിച്ചിട്ടും ഒരു 22-23 വയസ്സുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് മുടി പോകുമ്പോൾ നമ്മൾ പാനിക്കാവും. 100% ഞാൻ പാനിക്കായതാണ്. നമ്മൾ ആ സമയത്തായിരിക്കും വല്ല ആദിവാസിൻ്റെ എണ്ണയോ മറ്റേ എണ്ണയോ ഇതൊക്കെ നമ്മൾ ആദ്യം ട്രൈ ചെയ്യും. അത് നിൽക്കുന്നില്ല, പിന്നെ ഡയറക്റ്റ് ക്ലിനിക്കിലോട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് പോകും. ആ സമയത്ത് നമ്മൾ ചില ക്ലിനിക്കുകൾ എന്ത് ചെയ്യും, അപ്പം തന്നെ എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വേസ്റ്റ് ആയിരിക്കും കണ്ടീഷൻ. അത് ആദ്യം മനസ്സിൽ വെക്കുക. കാരണം ഇതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ്, ഒരുപാട് തെറാപ്പീസ്, ക്ലിയർ ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. നമ്മൾ ആദ്യം അത് ട്രൈ ചെയ്യുക. അതും ചെറിയ ഡോസിനെ സ്റ്റാർട്ട് ചെയ്യാവും. പല ഡോക്ടർമാർ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം, അറിയാതെ ആയിരിക്കാം. ഡയറക്റ്റ് 10% മിനോക്സിഡിൽ അല്ലെങ്കിൽ 12, അതായത് ഹൈ ഡോസാണ് തരുന്നത്. സോ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഞാനൊരു ഫോട്ടോ കാണിക്കാം, നോക്കിയേ. എന്നെ കോൺടാക്റ്റും എങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു കേസല്ല. ഇത് നിങ്ങൾ നേരിട്ട് കൺസൾട്ട് ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മെഡിസിൻസ് കൊണ്ട് മുടി വരാനുള്ള ചാൻസ് ഉണ്ട്. ഡോക്ടർ നേരിട്ട് കാണുക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തലയിൽ വന്ന മാറ്റം ഇതാണ്. ഒരു മാസം കൊണ്ട് എല്ലാവർക്കും ഈ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. പ്രത്യേകിച്ചിട്ട് മെഡിസിൻസ് മിനോക്സിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ചില കേസുകളിൽ ഹെയർ ആദ്യം കൂടുതലായിട്ട് പോവും, പിന്നെയാണ് ചിലപ്പോൾ ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലൂസായി നിൽക്കുന്ന ഹെയറുകൾ ആദ്യം പോകും, പിന്നീടാണ് ആ ഒരു റൂട്ടിൽ നിന്ന് പുതിയ മുടികൾ കിളിച്ച് വരിക. സോ അതുകൊണ്ട് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. ഇദ്ദേഹത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് എനിക്ക് കിട്ടിയില്ല. ജസ്റ്റ് ഒരു മാസം കൊണ്ട് തന്നെ ഇത്രയും മാറ്റം വന്നു. എന്തായാലും എൻ്റെ ഒരു 8 months ആകുമ്പോൾ തന്നെ ഏകദേശം ഇദ്ദേഹത്തിൻ്റെ ഹെയർ ഫുൾ കവർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, കൃത്യമായ മെഡിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ.